ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തക്കല രൂപതയിലേക്ക് സ്വാഗതം. സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ ഇല്ലേ, നമുക്ക് പറയാൻ പറ്റുക. ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച കുഞ്ഞുമക്കൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് കുഞ്ഞുമക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അപ്രകാരമുള്ള സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സ്കൂളുകൾ കാര്യങ്ങളൊക്കെ തക്കല രൂപതയിൽ ഉണ്ട്. നമുക്ക് 7 സ്കൂളുകളാണ് രൂപതയിലുള്ളത്. അതിൽ 5 സ്കൂളുകളും സിസ്റ്റേഴ്സിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലാണ്, 2 സ്കൂളുകൾ രൂപതയുടെ നേരിട്ടുള്ള പ്രവർത്തനത്തിലും. അതിൽ SIBS സിസ്റ്റേഴ്സിന് 2 സ്കൂളുകളുണ്ട്. ശാന്തി നിലയം സ്പെഷ്യൽ സ്കൂള് നാഗർകോവിലിൽ, അതോടൊപ്പം തന്നെയാണ് ജ്യോതി നിലയം സ്പെഷ്യൽ സ്കൂള് പരുത്തുവിലെ. അങ്ങനെ 2 സ്കൂളുകൾ SIBS സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് FCC സഹോദരിമാർ നടത്തുന്ന 2 സ്കൂളുകൾ, ആസീർ വിദ്യാലയ തെറ്റിയോടും അസീസി വിദ്യാലയ ചേനങ്കോടും. അതും വളരെ സ്തുത്യർഹമായ സേവനം നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് CMC സഹോദരിമാർ കരുണാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്കൂള് നടത്തിക്കൊണ്ടുവരുന്നു. ഒപ്പം രൂപതയുടെ നേതൃത്വത്തിൽ നമ്പിക്കാലയം എന്ന് പറയുന്ന ഒരു സ്കൂള് കഴിവുന്തിട്ട എന്ന ഇടത്തിൽ നടത്തി വരുന്നുണ്ട്. SH സിസ്റ്റേഴ്സാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും രൂപതേനെ സപ്പോർട്ട് ചെയ്യുകയും അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് കന്യാകുമാരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്കൂള് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതാണ് കരുണ ഇല്ലം എന്ന് പറഞ്ഞുകൊണ്ട് നിദ്രവിള എന്ന സ്ഥലത്ത് ഉള്ളൊരു സ്കൂള്. ഈ സ്കൂളുകളെല്ലാം തന്നെയും ഏകദേശം 25-30 വർഷമൊക്കെ പഴക്കമുള്ള സ്കൂളുകളാണ്, അല്ലെങ്കിൽ അത്രയും മുന്നേ തുടങ്ങിയ സ്കൂളുകളാണ്. തക്കല രൂപതയിലെ സെൻറ്റ് ഷന്താൾ പ്രൊവിൻസ് തമിഴ്നാട് ആരാധനാ സഭാ സമൂഹത്തിൻ്റെ തമിഴ്നാട് പ്രൊവിൻസിൽ ശാന്തി നിലയം സൊസൈറ്റി 1998 രൂപപ്പെട്ട സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ കീഴിൽ ഞങ്ങൾക്ക് 2 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള 2 സ്പെഷ്യൽ സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ആയിരത്തി 1993 ശാന്തിനിലയ സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിതമായി. അവിടെ ആദ്യം 4 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 152 കുട്ടികളെ കൊണ്ട് ഈ സ്കൂള് നല്ലതായിട്ട് പോകുന്നു. ഇതിൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ, സ്കൂൾ സെക്ഷൻ, വൊക്കേഷൻ, അങ്ങനെ 3 സെക്ഷനാണ് നമുക്കുള്ളത്. പല വിധത്തിലുള്ള എബിലിറ്റീസ് ഉള്ള കുട്ടികളാണ് നമുക്കുള്ളത്.
ഇന്നത്തെ പ്രോഗ്രാം പ്രെയർ ഡാൻസ് അവർ കുട്ടികൾ കളിക്കുമ്പോൾ ഒരു 2 ആഴ്ചയോളം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്താണ് അവർ ഇത്രയും ബെറ്ററായിട്ട് വന്നത്. പിന്നെ വൊക്കേഷനിൽ ഒരു 40ഓളം കുട്ടികളെ പുറത്ത് ജോലിക്കായിട്ട് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ഒരു 8 കുട്ടികളെ നമ്മൾ സ്കൂളിൽ തന്നെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. 17 വർഷമായിട്ട് ഞാൻ കുട്ടികളുടെ കൂടെയാണ്. പിന്നെ നമ്മുടെ ശാന്തിനിലയം സ്കൂളിന് 2023 ബെസ്റ്റ് സ്കൂൾ അവാർഡും 2019 2024 ബെസ്റ്റ് ടീച്ചർ അവാർഡും സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് ഒരു പ്രെയർ ഡാൻസാണ്. അപ്പോൾ ആ ഡാൻസ് നടത്തിയത് ശാന്തിനിലയത്തിലെ കുട്ടികളാണ്. ശാന്തിനിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോവിലുള്ള SIBA സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്കൂളുകളിലൊന്നാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ കുറവാണ്. കാരണം അത്രമാത്രം കുഞ്ഞുങ്ങളെ അവരുടെ ടാലൻറ്റുകളെ കണ്ടെത്തി അവരെ അവിടെ വഴി നടത്തുന്ന ഒരു സ്കൂള്. അവിടുത്തെ സ്കൂൾ കഴിഞ്ഞ വർഷം തമിഴ്നാട് ചീഫ് മിനിസ്റ്ററിൻ്റെ മുഖ്യമന്ത്രിയുടെ ദ ബെസ്റ്റ് സ്കൂൾ അവാർഡ് കിട്ടിയ ഒരു സ്കൂളാണ്. അവിടുത്തെ ടീച്ചേഴ്സിന് ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് കിട്ടിയ ഒരു സ്കൂളാണ്. അപ്രകാരം അത്രമാത്രം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് ശാന്തിനിലയം സ്പെഷ്യൽ സ്കൂള് പരുത്തിവിലുള്ളത്. അവിടുത്തെ കുഞ്ഞുമക്കളാണെങ്കിൽ പോലും ഒത്തിരി ടാലൻ്റാണ്. അവരുടേതായ ക്രാഫ്റ്റ് വർക്കുകൾ, അതോടൊപ്പം ഡിസൈൻ വർക്കുകൾ, ഒപ്പം അവർ ഫോട്ടോ ഫ്രെയിമൊക്കെ അവരുണ്ടാക്കി ഇങ്ങനെ കൊടുത്ത് ചെറിയ ചെറിയ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവരിങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്രകാരം അത്രമാത്രം ടാലൻ്റായ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഞങ്ങളുടെ ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത യുടെ മിഷൻ പ്രദേശമായ കന്യാകുമാരിയിൽ CMI സന്യാസ സമൂഹം സേവനം ചെയ്യാൻ തുടങ്ങിയ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജെയിംസ് കോഴിമറ്റം CMI അച്ഛൻ ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻഷ്യൽ ഹൗസിൽ വരികയും അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ബഹുമാനപ്പെട്ട ഗ്രാസിയാമ്മയോട് സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മദർ തൻ്റെ കൗൺസിലിൻ്റെ ആലോചനയോടുകൂടി 2 സിസ്റ്റേഴ്സിനെ കന്യാകുമാരി മിഷനിലേക്ക് അയച്ചു. അവരാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിലറ്റമ്മയും ബഹുമാനപ്പെട്ട ആനിലാമ്മയും. അവർ ഇവിടെ എത്തി 1972 ഇവിടെ എത്തുകയും തമിഴ് ഭാഷ പഠിച്ചെടുക്കുകയും ഈ നാടിൻ്റെ ആവശ്യങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഇവിടെ എത്തിയ ശേഷം വീടുകൾ തോറും കയറി ഇറങ്ങി ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് രംഗത്തിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അവർ ഊന്നൽ നൽകി. അതിനെ തുടർന്ന് ഒരു ഓർഫനേജ് സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഭവന സന്ദർശനത്തിനിടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് കടന്നു ചെല്ലുകയും ഒരു മന്ദബുദ്ധിയായ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കൾ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം കാണുവാൻ ഇടയാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലാകുകയും തൻ്റെ അധികാരികളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 1991 ഡിസംബറിലാണ് കളയിക്കവളെ അടുത്തുള്ള തെറ്റിയോട് എന്ന സ്ഥലത്ത്
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് ഒരു സ്കൂൾ ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം 2000 മഹാജൂബിലിയോടനുബന്ധിച്ച് പേച്ചിപ്പാറ അടുത്ത ചേനങ്കോട് എന്ന സ്ഥലത്ത് ഒരു സ്കൂള് തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. படைப்புகளை காணுகின்றேன் இறைவா, 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 உயிரான இறைவா, உடன் வாழும் இறைவா, உம்மை நான் நேசிக்கின்றேன் இறைவா, இறைவா. ജ്യോതി നിലയം സ്പെഷ്യൽ സ്കൂൾ 1999 തുടങ്ങിയത്. ഇപ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളിൽ 85 കുട്ടികൾ പഠിച്ചു വരുന്നു. പലവിധ ട്രെയിനിങ്, യോഗ, ഡാൻസ്, സ്പോർട്സ്, മ്യൂസിക്, അങ്ങനെ പലവിധ പരിശീലനം കുട്ടികൾക്ക് കൊടുത്തു വരുന്നു. അതിൽ ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ഇതിൽ പിള്ളേർക്ക് ഒരു 10 ദിവസത്തെ പ്രാക്ടീസാണ് കൊടുത്തത്. 2023 നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ജർമ്മനിയിൽ ബെർലിനിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നമ്മുടെ ജ്യോതി നിലയം സ്കൂളിലെ 2 കുട്ടികൾ പങ്കുകൊണ്ടു. അതിൽ ഒരാൾക്ക് 4ാമത് സ്ഥാനവും ഇനി ഒരാൾക്ക് 7ാമത് സ്ഥാനവും കരസ്ഥമാക്കി. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഞങ്ങളുടെ ആരാധനാ സഭയിലും ചെയ്യുന്ന സേവനം ഒത്തിരി പ്രശംസനീയമാണ്. ഒത്തിരി പേരൻസും കുട്ടികളും ഞങ്ങളുടെ ഈ 2 സ്പെഷ്യൽ സ്കൂളുകളിലൂടെ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. അവരുടെ കുട്ടികളുടെ വളർച്ച കണ്ടവർ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഇതിൽ പല കുട്ടികളും 2 സ്കൂളിൽ നിന്നായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി, ആശാരിവെള്ളം മെഡിക്കൽ കോളേജിലൊക്കെ 2 കുട്ടികൾ വർക്ക് ചെയ്യുന്നു. അതേപോലെ അവർ സ്വയം അവരുടെ ജീവിതത്തിൽ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവെല്ലാം ഈ സ്കൂളിൽ നിന്നും ഇതിനോടകം പല കുട്ടികൾ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ ഒത്തിരി സന്തോഷപ്പെടുന്നുണ്ട്. கானம் பாடும் பறவைகளை நேசிக்கின்றேன் இறைவா, அதிகாலை பனி பொழிவில் நேசிக்கின்றேன் இறைவா, அழகு மலர் புன்வெளியில் நேசிக்கின்றேன் இறைவா, உன் புகழ் உரைகின்றேன் உதயம் மாறினார், உன் புகழ் உரைகின்றேன் உதயம் மாறினார், உன் பலம் பணிகின்றேன் ஒளிவிளக்காகினார், அழகே என் அழகு அனைத்து காத்திடவே, அன்பால் நிறைந்திடவே ஆற்றல் தருகின்றார் இறைவா, இறைவா, உயிரான இறைவா, உடன் வாழும் இறைவா, உம்மை நான் நேசிக்கின்றேன் இறைவா, இறைவா. വളരെ മനോഹരമായ ഒരു പാട്ട്, ഗ്രൂപ്പ് സോങ്. അത് പങ്കുവച്ചത് അല്ലെങ്കിൽ അത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ജ്യോതി നിലയം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. അതും നമ്മുടെ SABS സഹോദരിമാരുടെ നേതൃത്വം നടത്തപ്പെടുന്ന പാലപ്പള്ളം എന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെയും പ്രത്യേകത ഇപ്രകാരം വളരെ നല്ല രീതിയിൽ സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. അവിടുത്തെ പ്രൊവിൻഷ്യൽ ഒക്കെ സപ്പോർട്ട് വളരെയധികമാണ് ഈ 2 സ്കൂളുകൾക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ ബെർലിൻ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ അവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും വേൾഡ് ലെവലിൽ തന്നെ 4ഉം 5ഉം റാങ്കുകളിൽ, പ്രത്യേകിച്ച് 100 മീറ്റർ ഓട്ടത്തിലൊക്കെ അവർക്ക് വരാനൊക്കെ സാധിച്ചു. അപ്രകാരം ഈ കുഞ്ഞുമക്കൾക്കുള്ള കഴിവുകളെ അത് എത്രമാത്രം എവിടെയൊക്കെ ഏതറ്റം വരേക്കും പോകാം അവിടെയൊക്കെ പ്രകടിപ്പിക്കുവാൻ ഇവർ കാണിക്കുന്ന ഒരു വലിയൊരു കരുതലുണ്ട്. അപ്രകാരം ആ കുട്ടികളുടെ ഗ്രൂപ്പ് സോങ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ മനോഹരമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ സാധാരണ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയൊക്കെ അവർക്ക് ഒരു ഇത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ കുട്ടികൾ പറഞ്ഞാൽ തന്നെ അവരെല്ലാം പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഇത് മാസങ്ങളുടെ പ്രിപ്പറേഷനാണ്. ഒരു കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഒരു ആക്ഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും? ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ വരികൾ തെറ്റാതെ അത് കോർത്തിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ കരോക്കിക്ക് അനുസരിച്ച് പാടണമെങ്കിൽ, കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല, ഇങ്ങനെ പാടി പോകത്തില്ല. പക്ഷേ വളരെ മനോഹരമായിട്ട് ആ കുഞ്ഞുങ്ങളത് പാടി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1991 ഡിസംബർ 1-ാം തീയതിയാണ്
കളയിക്കവിള തെറ്റിയോട് ഗ്രാമത്തിൽ ആശ്രവിദ്യാലയം സ്ഥാപിതമായത്. അന്ന് 8 കുട്ടികളും 2 ടീച്ചേഴ്സും കൂടിയാണ് ആരംഭിച്ചത്. ഇപ്പോൾ 48 കുട്ടികളും സ്പെഷ്യൽ ടീച്ചേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും മറ്റ് ഇതര ജോലിക്കാരും എല്ലാം അവിടെ ചേർത്ത് 15 പേര് ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇവിടെ ഞങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന കരിക്കുലം MDPS, അതായത് മദ്രാസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ സിസ്റ്റം അനുസരിച്ചുള്ള പരിശീലനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷമായി ഈ കുഞ്ഞുങ്ങളുടെ വേണ്ടിയിട്ട് ശുശ്രൂഷ ആരംഭിച്ചിട്ട്. ജൂബിലിയോടനുബന്ധിച്ച് എയ്ഡ് ആക്ട് തക്കലയിൽ ഡിഫറൻ്റ് ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് നടന്ന പരിപാടികളിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഗ്രൂപ്പ് ഡാൻസ് ആണ് അവതരിപ്പിക്കപ്പെട്ടത്. 6 പെൺകുട്ടികൾ. ഇവരിൽ എല്ലാവരും തന്നെ മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരിൽ IQ വളരെ കുറവായിട്ടുള്ളവരും ആണ്. അവർക്ക് 2 ആഴ്ചത്തെ കഠിന അധ്വാനത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇന്ന് വേദിയിൽ ഈ ഡാൻസ് ഇത്ര ഭംഗിയായി അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏത് പ്രോഗ്രാമും വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ മാത്രമേ അവരുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. നോർമലായിട്ടുള്ള നമ്മൾക്ക് 5 പ്രാവശ്യം പ്രാക്ടീസ് എടുത്താൽ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ 50 പ്രാവശ്യം പ്രാക്ടീസ് എടുത്താൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആശീർവിദ്യാലയ എന്ന് പറയുന്ന ഒരു സ്കൂള് നമ്മുടെ FCC സഹോദരിമാരാൽ നടത്തപ്പെടുന്ന ഒരു സ്കൂളാണ്. ആ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് കാര്യങ്ങൾ നമ്മൾ കണ്ടത് വളരെ മനോഹരമായിരുന്നു. അതും
ആ സ്കൂളിനെ പറ്റിയും പറയുകയാണെങ്കിൽ FCC സഹോദരിമാർ അവർ തുടക്കകാലം തൊട്ടേ അവരുടെയും ശ്രദ്ധ ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ മേലായിരുന്നു. സ്കൂളുകൾ തുടങ്ങുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഒന്നുമല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തത്. അവർക്കും 2 സ്പെഷ്യൽ സ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു അഭയകേന്ദ്രമുണ്ട്. അങ്ങനെ അവരുടെയും ആതുര ശുശ്രൂഷ രംഗത്തും അതോടൊപ്പം തന്നെ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള അവരുടെ ആ ഒരു കരുതൽ നമുക്കിവിടെ തക്കലയിൽ കാണാൻ പറ്റും. അപ്രകാരം ഈ ആസിർ വിദ്യാലയ കുട്ടികളുടെ ഡാൻസ് നമുക്ക് കാണാൻ പറ്റി. വളരെ മനോഹരമായിരുന്നു. ആ സിസ്റ്റേഴ്സിനെ പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ അസിസി വിദ്യാലയ ചേനങ്കോട് സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇൻചാർജായി വർക്ക് ചെയ്യുന്നു. ഇരുളിലിരുന്ന് ഒളിയെ നോക്കി എന്ന ലക്ഷ്യത്തോടു കൂടി ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുടെ സമുദ്ധാരണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു സ്കൂളാണ് അസിസി വിദ്യാലയ. ആ സ്കൂൾ 2000 സെപ്റ്റംബർ 30 ആരംഭിച്ചു. അന്ന് 2 സ്റ്റാഫും 6 സ്റ്റുഡൻസുമാണ് തുടങ്ങിയത്. അതിപ്പോൾ 60 കുട്ടികളും 17 സ്റ്റാഫുമായി ഉയർന്നു. കുട്ടികളുടെ പഠന പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞാൽ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നിങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. മദ്രാസ് ഡെവലപ്മെൻ്റൽ പ്രൊഫൈൽ സിസ്റ്റം അനുസരിച്ച് കുട്ടികളുടെ കഴിവുകളും കഴിവുകേടുകളും കണ്ടെത്തി അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിലുപരിയായി അവരുടെ ബേസിക് ലിവിങ് സ്കിൽസ്, അവരുടെ സ്വന്തമായ കാര്യങ്ങൾ സ്വയമായി ചെയ്യുവാനായിട്ട് ആദ്യം അവർക്ക് പരിശീലനം കൊടുക്കുന്നു. വരുന്ന കുട്ടികൾക്ക് അതൊന്നും അറിയാത്ത കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, കുളിക്കാൻ അറിയില്ല, തലചീവാൻ അറിയില്ല, ഷർട്ടിടാൻ, പാൻറ്റിടാൻ, ഡ്രസ്സൊന്നും ഇടാൻ അറിയാത്ത കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. അത് മെയിനായിട്ട് അതാണ് കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. കൂടാതെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് മ്യൂസിക്, ഡാൻസ്, സ്പോർട്സ്, ഫിസിയോതെറാപ്പി, കൂടാതെ ബാൻഡ് സെറ്റ്, ഇങ്ങനെ പലവിധ കഴിവുകൾ അവരുടെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നു.
അസീസി വിദ്യാലയയിലെ കുട്ടികൾ അവരുടെ ഒരു ആക്ഷൻ സോങ് ആയിരുന്നു നമ്മൾ കണ്ടത്. അസീസി വിദ്യാലയം നമ്മുടെ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂളാണ്. രൂപതയിൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു സ്കൂളും കൂടിയാണത്. ഒത്തിരി കുഞ്ഞുമക്കൾ അവിടെ നിന്ന് പഠിച്ച് കടന്നു പോകുന്നുണ്ട്. ആ ചുറ്റുവട്ടമുള്ള ഒത്തിരി വീടുകളിൽ നിന്നുള്ള സാധാരണക്കാരായ കുട്ടികൾ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറക്കത്തില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഈ സ്കൂളുകളൊക്കെ ഇപ്രകാരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ ദിവസത്തെയും കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, രാവിലെ പല്ല് തേക്കേണ്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നടത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് കൊടുത്താണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് പതിപ്പിക്കുന്നത്. അപ്രകാരം അസീസി വിദ്യാലയമൊക്കെ അപ്രകാരം കുഞ്ഞുങ്ങളെ ഫോം ചെയ്ത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഓർക്കാറുണ്ട് ഈ സിസ്റ്റേഴ്സൊക്കെ എന്തിനു വേണ്ടി എടുത്തിട്ട് കഷ്ടപ്പെടുന്നതെന്ന്. എന്തിനു വേണ്ടിയാണ് ഇപ്രകാരമൊക്കെ അവഗണനകൾ നേരിടുമ്പോഴും പലപ്പോഴും ഇങ്ങനെ വളരെ മോശമായ കമൻസൊക്കെ കേൾക്കുമ്പോഴും എന്തുകൊണ്ടാണ് സിസ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ഉത്തരവില്ല. പക്ഷേ ആ ഒരു സ്ഥാപനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടും. എന്ത് സന്തോഷവും എന്ത് ഒരു സമാധാനമൊക്കെ അവിടെ കടന്നു ചെല്ലുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളമായ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ അതാണ് നമുക്ക് ഇന്നും ഇവിടെ കാണാൻ പറ്റിയത്.